ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ ഡെസിമൽ ഫോംസ് എന്നുള്ള 5th ചാപ്റ്ററിലെ പേജ് നമ്പർ 78-ലെ വൺ ഫ്രാക്ഷൻ മെനി ഫോം. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഭിന്നം പല രൂപം. ദ ഹൈറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ റെക്കോർഡഡ്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ഉയരം അളന്ന് എഴുതുകയാണ്. രവി ഈസ് 1 meter 34 centimeter ടോൾ. രവിയുടെ നീളം എത്രയാണ്? 1 മീറ്ററും 34 സെൻറ്റിമീറ്ററുമാണ് ഉള്ളത്, ഹൈറ്റ് എന്ന് പറയുന്നത്. ദിസ് വാസ് റിട്ടേൺ 1.34 meters. ഇതെങ്ങനെയാണ് എഴുതിയത്? 1.34 മീറ്റർ എന്നാണ് എഴുതിയത്. നൗഫൽ ഈസ് 1 meter 30 centimeters ടോൾ ആൻഡ് ദിസ് വാസ് റിട്ടേൺ 1.30 meters. നൗഫലിൻ്റെ നീളം എങ്ങനെ എഴുതി? 1.30 എന്ന് എഴുതി. ലിസി ഹാഡ് എ ഡൗട്ട്. ലിസിക്ക് അപ്പോൾ ഒരു ഡൗട്ട്. 30 centimeters means 30 by 100 meter. This can be written 3 by 10 meter. ഇതെന്തുകൊണ്ട് നമുക്ക് 3 by 10 meter എന്ന് എഴുതിക്കൂടാ? So why not write Ravi's height as 1.3 meters? എന്തുകൊണ്ട് രവിയുടെ നീളം 1.3 മീറ്റർ എന്ന് എഴുതിക്കൂടാ എന്നൊരു ഡൗട്ട് ആർക്ക് തോന്നി? ലിസിക്ക് തോന്നി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് പേജ് നമ്പർ 79. ടീച്ചർ എന്താ അപ്പം പറഞ്ഞത്? ബോത്ത് ആർ റൈറ്റ്. ദ ടീച്ചർ സെഡ്. ടീച്ചർ പറഞ്ഞു അത് രണ്ടും കറക്റ്റ് ആണ് മോളെ എന്ന് പറഞ്ഞു. സിൻസ് 3 by 10 ഈക്വൽസ് 30 by 100. 3 by 10 എന്തിനു തുല്യമാണ്? 30 by 100-ന് ഈക്വൽ ആണ്. വി ക്യാൻ റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3 by 10 ആസ് 0.3. 3 by 10 എന്ന ഡെസിമൽ ഫോം എങ്ങനെയാണ്? 0.3 ആണ്. ഓർ 0.30, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 0.30 എന്ന് പറയാം. ദെൻ രവി ഹാഡ് എ ഡൗട്ട്. അപ്പോൾ രവിക്ക് വേറൊരു ഡൗട്ട് വന്നു. എന്താണ്? സിൻസ് 3 by 10 ഈക്വൽസ് 300 by 1000. അപ്പോൾ 3 by 10 എന്ന് പറയുന്നത് 300 by 1000-ന് ഈക്വൽ ആണോ? വി ക്യാൻ റൈറ്റ് 30 centimeters ആസ് 0.300 meters. ഇറ്റ് ഈസ് ഓൾസോ റൈറ്റ്. അപ്പോൾ ഇതും കറക്റ്റ് ആണെന്ന് പറഞ്ഞു. ആര്? ദ ടീച്ചർ കണ്ടിന്യൂഡ്. എന്നിട്ട് ടീച്ചർ എന്ത് തുടർന്നു? ഹൗ വി റൈറ്റ് ഡെസിമൽസ് ഈസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഡെസിമൽസ് എഴുതാം. ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ലുക്ക് അറ്റ് സം ലെങ്ത്സ് മെഷേർഡ് ഇൻ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. ചില മെഷേഴ്സ്, അളവുകൾ നമ്മളിവിടെ നീളങ്ങൾ എങ്ങനെ മെഷർ ചെയ്തിട്ടുണ്ട്? മീറ്ററിലും സെൻറ്റിമീറ്ററിലും അളന്നെഴുതിയിട്ടുണ്ട്. 1 meter 25 centimeters, 1 meter 30 centimeters, 1 meter 32 centimeters. It is convenient to write like this. ഇത് നമുക്ക് എങ്ങനെ എഴുതുന്നതാണ് സുഖം? 1.25, 1.30 meter, 1.32 meter. Okay, if we measure millimeter also like this, ഇത് നമുക്ക് എങ്ങനെയും ചെയ്യാം, മില്ലിമീറ്ററിലും ചെയ്യാം. 1 meter 25 centimeters, 4 millimeters. 1 meter 30 centimeters, 1 meter 32 centimeters. It is better to write them as. ഇതെങ്ങനെയാണ് എഴുതാൻ സുഖം? 1.254 meter, 1.300 meter, 1.320 meter. Like this, how can we write the decimal form of 2 kilogram 400 gram? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2 kilogram 400 gram എങ്ങനെ എഴുതാം? വാട്ട് അബൌട്ട് 3 liters 500 milliliters? 3 liter 500 millilitറിന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 3.5 എന്ന് എഴുതാം, 2.4 എന്ന് എഴുതാം അല്ലേ? ഏത് രീതി വേണമെങ്കിലും നമുക്ക് എഴുതാം. അല്ലെങ്കിൽ 2.400 എന്ന് എഴുതാം. അതിൻ്റെ ആവശ്യമില്ല, 2.4 എന്ന് എഴുതാം. നെക്സ്റ്റ് പേജ് നമ്പർ 80-ൽ പ്ലേസ് വാല്യൂ. We have seen how we can write various measurement as fraction and in decimal forms. പല രീതിയിലുള്ള അളവുകളെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പഠിച്ചു? ഫ്രാക്ഷനിലും ഡെസിമൽ ഫോമിലും എഴുതാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? If we look at just the numbers denoting these measurements, we see that they are fraction with 10, 100, 1000 so on as denominators. Okay, 10, 100, 1000 ഒക്കെ ഛേദങ്ങളായിട്ട് വരുന്ന, അതായത് ഡിനോമിനേറ്റേഴ്സ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഫ്രാക്ഷൻസ് എഴുതുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ആസ് വി റോട്ട് 2 centimeters 3 millimeters as 2 centimeter 3 millimeterനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 2 and 3 by 10 and then as 2.3 we can write 2 and 3 by 10 as 2.3. Whatever be the measurement, that is
2.3 is the decimal form of 2 and 3/10. ഏത് തന്നെയാണെന്നിരുന്നാലും 2.3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2ഉം 3/10ഉം ആയിരിക്കും. സിമിലർലി 4.37 is the decimal form of 4.37 എങ്ങനെ എഴുതാം? 4 and 37/100. Okay, we can write 2 and 3/10 equals 2.3, 4 and 37/100 4.37 and so on. ഇവിടെ എന്താണ് വ്യത്യാസം വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് മാറ്റിയിടുക, അല്ലെങ്കിൽ പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഡിവൈഡഡ് ബൈ 10 എഴുതുക. രണ്ട് സംഖ്യയാണ് പോയിന്റിന് ശേഷം ഉള്ളതെങ്കിൽ, അതായത് 4.37 എന്നുള്ള രണ്ട് സംഖ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ 37/100 എന്നുള്ള രീതിയിൽ എഴുതുക. പൂർണ്ണസംഖ്യ ആദ്യം എഴുതിയതിന് ശേഷം ഫ്രാക്ഷനിൽ 37/100 എന്നുള്ളത് എഴുതുക. ഓക്കെ, ആൻഡ് സോ ഓൺ. ഓൺ ദി അതർ ഹാൻഡ്, വേറൊരു രീതിയിൽ പറഞ്ഞാലോ, നമ്പേഴ്സ് ഇൻ ഡെസിമൽ ഫോം ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ. നമ്പേഴ്സ് എങ്ങനെയാണ് ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ 247.3 എങ്ങനെ എഴുതാം? 247 and 3/10. ഓക്കെ, 247 plus 3/10. The number 247 in this can be split into hundreds, tens and ones. ഇതിനെ നമുക്ക് ടെൻസും ഹൺഡ്രഡ്സും വൺസും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ, സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? 247 2 into 100, 4 ആകുമ്പോഴത്തേക്ക് 40 വരുമ്പോൾ 4 into 10, 7 വരുമ്പോൾ 7 into 1. So we can write 247.3. 247.3 എങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്? 247.3 equals 2 into 100. 2 വന്നിരിക്കുന്നത് 100ൻ്റെ പ്ലേസിലാണല്ലോ, 4 വന്നിരിക്കുന്നത് 10ൻ്റെ പ്ലേസിലും. അതുകൊണ്ട് 4 into 10 പ്ലസ് 7 into 1 പ്ലസ് 3 into എത്രയാണ്? 1/10 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? പോയിന്റിന് ശേഷം ആദ്യത്തെ നമ്പറാണ്, അതുകൊണ്ട് 1/10. 0.37 ഉണ്ടായിരുന്നെങ്കിലോ അടുത്തത് 7 into 1/100 വന്നേനെ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഹൗ അബൌട്ട് 247.39? 247.39 എങ്ങനെ എഴുതാൻ നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 81. ഫസ്റ്റ് വി റൈറ്റ് 247.39. ആദ്യം നമ്മൾ 247.39 എഴുതുക. അതിനുശേഷം 247 എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ 247 and 39/100. That is equals 247 plus 39/100. Then split 39/100 like this. 39/100 എങ്ങനെ എഴുതാം നമുക്ക്? 30 plus 9/100. 30/100 plus 9/100. That is equals 3/10. അതിൽ 30ൽ 0യും 100ൽ ഒരു 0യും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എത്രയാണുള്ളത്? 3/10 plus 9/100. Okay, that is equals 3 into 1/10 plus 9 into 1/100. Okay, so we can write 247.39 like this. 247.39 നമുക്ക് എങ്ങനെ എഴുതാം? 247.39 equals 2 into 100 plus 4 into 10 plus 7 into 1 plus 3 into 1/10 plus 9 into 1/100. Okay, in general പൊതുവായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? We can say this: in a decimal form we put the dot to separate the whole number part and the fraction part. അപ്പോൾ നമ്മൾ ഒരു ഡെസിമൽ ഫോമിൽ എന്താണ് ഡോട്ട് ഇടുന്നത്? എന്തിനാണ്? പൂർണ്ണസംഖ്യയെയും ഓൾ നമ്പറിനെയും ഫ്രാക്ഷൻ പാർട്ടിനെയും തമ്മിൽ വേർതിരിക്കാനായിട്ടാണ് നമ്മൾ എന്തിടുന്നത്? ഡോട്ട് ഇടുന്നത്. ഡിജിറ്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് ദ ഡോട്ട് ഡിനോട്ട് മൾട്ടിപ്പിൾസ് ഓഫ് 1, 10, 100 ആൻഡ് സോ ഓൺ. അതായത് ഡോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പൂർണ്ണസംഖ്യയായിരിക്കും, അതായത് മൾട്ടിപ്പിൾസ് ആയിരിക്കും. എന്തിൻ്റെയൊക്കെ? 1, 10, 100 അങ്ങനെ പോകുന്നു. ഡിജിറ്റ് ഓൺ ദി റൈറ്റ് ഡിനോട്ട്സ്, റൈറ്റ് സൈഡിലോട്ടുള്ളതോ മൾട്ടിപ്പിൾസ് ഓഫ് 10th, 100th, 1000s ആൻഡ് സോ ഓൺ. എന്തായിരിക്കും റൈറ്റ് സൈഡിലോട്ടുള്ളത്? 10ൻ്റെയും 100ൻ്റെയും 1000ൻ്റെയും ഒക്കെ ഫ്രാക്ഷൻ ഫോമിലുള്ളത് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 247
0.39 ക്യാൻ ബി സ്പ്ലിറ്റ് ലൈക്ക് ദിസ്. അതായത് പ്ലേസ് വാല്യൂവും ഡിജിറ്റ്സും തന്നിട്ടുണ്ട്. പ്ലേസ് വാല്യൂ 100, 10, 1, 1/10, 1/100. 2 വന്നിട്ട് 100ൻ്റെ പ്ലേസിലാണ്. 4 വന്നിട്ട് 10ൻ്റെ പ്ലേസിൽ, 7 വന്നിട്ട് 1സിൻ്റെ പ്ലേസിൽ, 3 വന്നിട്ട് 1/10ൻ്റെ പ്ലേസിൽ, 9 വന്നിട്ട് 1/100ൻ്റെ പ്ലേസിൽ. ക്യാൻ യു സ്പ്ലിറ്റ് ദ നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ്. ഈ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സും ഇതുപോലെ തന്നെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ട് നോട്ട്സ് ഇട്ട് തരണം. ഓക്കെ, താങ്ക് യു.